ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീച്ചിട്ടുള്ളൂ കേട്ടോ, മുഖമൊന്ന് കേൾക്കി വണ്ടി തന്നെ ആയിരുന്നു. സുഖമായിക്കിടത്ത് ഉറങ്ങി. ടൈമൊന്ന് വെക്കിപ്പോയി. 4 മണിക്ക് ഉദ്ദേശിച്ച് 5 മണിയായി. ഇന്നൊരു മറ്റേ റിസർവേഷൻ, അപ്പോൾ അത് എടുക്കാൻ പോവാണ്. കസ്റ്റമർ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനി എയർപോർട്ടിൽ പോയിട്ട് കാണാം. ഈ റോട്ടിൽ നിന്ന് റൈറ്റിക്കാണ് കസ്റ്റമറുടെ ലൊക്കേഷൻ. എന്തായാലും ആരാണ് എന്താണെന്നൊക്കെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാം. ഓക്കെ, 5:05 ടൈം. ഞാൻ 5 മണിക്ക് എത്തിക്കണം. ഇവിടെ തണുത്തിട്ട് വയ്യ. അങ്ങനെ ഗൈസ്, അവരെ എയർപോർട്ടിൽ ഇറക്കിട്ടോ. രാവിലെ ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ പോരാ. സാധാരണ തിങ്കളാഴ്ച ബാംഗ്ലൂർക്ക് വരിക, ഇതിപ്പോൾ അങ്ങണ്ടാലോ അപ്പോൾ എല്ലാവരും പോകുന്നത്. എന്തായാലും രാവിലെ തന്നെ ഭയങ്കര ബ്ലോക്കാണ്. അതൊരു 970 ഉറുപ്പ്യൻ്റെ ഒരു ഓട്ടോ ആയിരുന്നു. അത് കിട്ടി. കസ്റ്റമർ സംസാരിച്ചിട്ടൊന്നുമില്ല. മോർണിംഗ് അതുകൊണ്ട് ആർക്കും മൂടുണ്ടാവില്ല. OTP പറയാൻ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ പുറത്തൊക്കെ ഇറങ്ങണം. 3-4 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം, വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. 2, ഒരു വെള്ള ഷർട്ട് പഠിക്കണം. ഇവിടെ ആകുമ്പോൾ 100 രൂപ ഉള്ളൂ വെള്ള ഷർട്ടിന്. പിന്നെ ചായ കുടിക്കണം. CNG ഫുള്ളാക്കണം. ഈ 4 കാര്യം ഒന്ന് ചെയ്യണം. അതിനാണ് ഞാൻ മെയിനായിട്ട് എയർപോർട്ട് എടുത്തത്. കാരണം ഇവിടെ നിന്ന് എല്ലാം നടക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ മറ്റേ വാഷ് ചെയ്യാൻ 150 ഉറുപ്പിക ഉള്ളൂ. പുറമുള്ളൊക്കെ കുറച്ച് വൃത്തിയാവുന്നുള്ളൂ, മൊത്തത്തിൽ വൃത്തിയാവില്ല. അതിനിപ്പോൾ മൊത്തം 400ൻ്റെ ഒരു പാക്കേജ് എടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റോണ്ട് പോകും. അതിനുള്ള പ്ലാനിങ്ങാണ്. എങ്ങനെ നമ്മളിനി വാഷിങ്ങിൻ്റെ ആളെ തപ്പണം. അതിന് വേണ്ടി പോവാണ്. വാഷിങ്ങിൻ്റെ ആൾക്ക് വേണ്ടി പോകും. അങ്ങനെ നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ പോക്കുള്ള സ്ഥലം എത്തി. ഇനി ഇവിടുന്ന് ആരെങ്കിലും വിളിച്ച് വണ്ടി കയറ്റണം. അങ്ങനെ പോവാം. ആരെ കയറ്റും എന്ന് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഒന്ന് ചവിട്ടുക, അപ്പോൾ ആരെങ്കിലും കയറ്റുക. കേക്ക് കുട്ടപ്പം ആയിക്കോട്ടെ ചക്ക. ഏതെടുത്താളും 100 ആണ്, 100 കിട്ടുള്ളൂ. ഏതെടുത്താളും 100 ആണ്. അതാണ് എയർപോർട്ടിലെ പ്രത്യേകത. അങ്ങനെ ബായ് നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ടു, ഉള്ളും പുറവും. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്ലാനിങ് CNG ആൻഡ് ഫുഡ്. അപ്പം ഞാൻ അതിലോട്ട് കിടക്കാം. അങ്ങനെ ഞാനൊന്ന് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണമായിരുന്നു. ഫ്രഷായി പുതിയ ഡ്രസ്സ് എടുത്ത് 100 ഉറുപ്പ്യക്ക് ഫുൾ കൈ. സാധാരണ ഫുൾ കൈ കിട്ടില്ല, അന്ന് കിട്ടി. അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു, അതിട്ട് ഉഷാറായി. ഇനി ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കണം, CNG അടിക്കണം. ആദ്യം ഫുഡ് കഴിക്കാൻ പോവുക. ഇവിടെ അടുത്തൊരു കട ഉണ്ട്. അവിടുത്തെ ചട്ടിനി സൂപ്പറാട്ടോ. അതുകൊണ്ടാണ് കണ്ട് പോകുന്നത്. ദോശ എല്ലായിടത്തും പോലെ ചട്ടിനി സൂപ്പറാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ചട്ടിനിയും സാമ്പാറും ചമ്മന്തി ഉണ്ടോ അത് കൂട്ടി അടിച്ചിട്ട് CNG അടിക്കണം. അപ്പോൾ അവിടുന്ന് കാണും. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഹോട്ടല്. പുക ഉണ്ടെങ്കിൽ അവിടെ കേട്ട് കാണില്ല. പുകണ്ട്. ഇതാണ് ഹോട്ടല്. നല്ല ചട്ടിനി കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങ് വരും. ഇനി ഹോട്ടലത്തെ വിശേഷങ്ങൾ കാണാം. വിശേഷമൊന്നുമില്ല, ഫുഡ് കാണാം. നമ്മുടെ ചേട്ടൻ ദോശ ചൂട്.
ചേട്ടൻ നല്ല ദോശ ചുട്ടിരിക്കുകയാണ്. ഇനി ചട്ടിനി, സാമ്പാർ, ചമ്മന്തി. ദോശ, ചമ്മന്തി, സാമ്പാർ, കുറച്ച് ചട്ടിയിൽ പിന്നെ നമ്മൾ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഓട്ടം വന്ന് ഒരു 670 ഉറുപ്പിൻ്റെ ഓട്ടം. അപ്പോൾ അത് എടുത്തിങ്ങനെ ചേഞ്ച് അടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ കസ്റ്റമർ കയറ്റിയിട്ട് ചേഞ്ച് അടിക്കാമെന്ന് വിചാരിച്ചു. ഇനി ആ കസ്റ്റമർ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ആ കസ്റ്റമർ വിശേഷമായിട്ട് കാണാം. വിളിച്ചിരുന്ന സാറാണ്. ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് ചായ കുടിക്കുക. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയിട്ട് ആ സാറിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ അറിയാം. അങ്ങനെ 1 മണിക്കൂറും 25 മിനിറ്റും ആയി ആ കസ്റ്റമർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടോ. അത് 2 ഹിന്ദിക്കാരായിരുന്നു. അവർ പാക്കൊന്ന് തുപ്പിയിട്ട് എന്താ അയക്കണാവും. ബാക്ക് പോയി നോക്കണം. അങ്ങനെ പ്രശ്നമുണ്ട്. ഞാനായതുകൊണ്ടാണ്, നമ്മൾ മലയാളീസ് ആയതുകൊണ്ടൊന്നും ഉണ്ടാത്ത. ഇവിടുത്തെ ലോക്കൽസ് എനിക്ക് പറയും പാടില്ല. എന്തായാലും അവരിറങ്ങിപ്പോയി. 670 ഉറുപ്പിൻ്റെ ട്രിപ്പായിരുന്നു. ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു 300 ഉറുപ്പിക ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോവാണ്. ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ. ഒടുക്കത്തെ ബ്ലോക്ക്. ഓ എൻ്റെ പൊന്നോ സഹിക്കില്ല. ഇനി കുറച്ച് ബ്ലോക്ക് കാണാം. ഈ ലെഫ്റ്റ് സൈഡിൽ എവിടെയാണ് കസ്റ്റമർ നിൽക്കുന്നത്. ബാക്കി കസ്റ്റമർ വിശേഷങ്ങളായിട്ട് കാണാം. ആരാ എന്താണെന്ന് അറിയില്ല. എന്തായാലും നോക്കട്ടെ. അങ്ങനെ ആ കസ്റ്റമർ ഇറക്കിട്ടോ. ആ കസ്റ്റമർ ലോക്കലായിരുന്നു. ഇപ്പോഴത്തെ ലോക്കൽ ആളായിരുന്നു. വണ്ടി ബൈക്ക് സർവീസ് കൊടുത്തിട്ട് ബാക്ക് ടു ഹോം. അങ്ങനെ ഇനി എനിക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ട്. കാല് ഭയങ്കര വേദന ഉണ്ട്. 2 ബ്ലോക്ക് കിട്ടി. 2 ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ബ്ലോക്കാണ്. അതുകൊണ്ട് ആ ബ്ലോക്ക് അതുകൊണ്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അടുത്ത ബ്ലോക്കിൽ പോകുമ്പോൾ നമുക്ക് എന്താവും, ട്രിപ്പ് പോകുമ്പോൾ ചടച്ചാൽ പിന്നെ നമുക്ക് ട്രിപ്പ് എടുക്കാൻ തോന്നില്ല. ഭയങ്കര നല്ലത് കുറച്ച് വെയിറ്റ് ചെയ്താൽ അടുത്ത ഓട്ടം പിന്നെ വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നല്ല ഫുഡ് ചെയ്തിട്ടാ. അങ്ങനെ ഫുഡ് കഴിച്ചു. എൻ്റെ പയമ്പൂരും മേടിച്ചു. അത് എൻ്റെ വീക്കെൻഡ്സാണ്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് നമ്മളെ കണ്ടാലും മേടിക്കും. അപ്പോൾ നമ്മൾ അത്രയൊരു കസ്റ്റമർ കിട്ടിക്കണേ. നമ്മൾ ഇറങ്ങി ഹോട്ടലിൽ നിന്ന് ഓണാക്കി അപ്പോൾ ഇതിന് ഓട്ടടിച്ച് അവിടെ ഞാൻ കസ്റ്റമറെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ കസ്റ്റമറെ കൊണ്ടാക്കട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. മുത്തശ്ശി, അമ്മ, മോള്, അങ്ങനെ 3 ആളുകൾ. വിറ്റാന്നല്ല, ഉറങ്ങിപ്പോയി. 6 കിലോമീറ്റർ പോവാന് 1 മണിക്കൂർ ബ്ലോക്ക്. ഏസിട്ട് അങ്ങ് ഇരുന്നിട്ട് അവരൊക്കെ ഉറങ്ങി, ഞാനും ഉറങ്ങി. പിന്നെ ബാക്കിൽ നിന്ന് വണ്ടി ഓണടിച്ചപ്പോഴാണ് എണീച്ചത്. എന്ത് ഭാഗ്യത്തിന് അവരറിഞ്ഞിട്ടില്ല. അങ്ങനൊരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം കേട്ടോ. അതായത് ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല. അതാണ് ഞാൻ ഇന്നലെ കുറച്ച് ഉറങ്ങിയിട്ട് ആകെ 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. അതാണ് കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഓട്ടോ അടിച്ചിക്കണേ 300. അങ്ങനെ വേറൊരു ഓട്ടോ അടിച്ചിക്കണേ ഒരു 340 ഉറുപ്പ്യൻ്റെ. ഇവിടെ യശന്തപൂർ എന്ന് പറയും. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഓടണം. ഇന്നലെ ബില്ല് വന്ന്, ഇന്ന് നാളായിട്ട് അടക്കണം. ഒരാഴ്ചത്തെ ബില്ലെന്ന് പറഞ്ഞാൽ 4000 സംതിങ് ഉറുപ്പ്യ ബില്ല് അടക്കണം. അപ്പോൾ അതിന് ഓടിയാലേ പറ്റും. അവിടെ പോലീസ് സംതിങ് ഫിഷി. നമ്മൾ ആ കസ്റ്റമർ ഇറക്കിയപ്പോൾ ഇതിന് രാത്രി ആയിട്ടോ. അപ്പം നമ്മളിനി വേറൊരു കസ്റ്റമർ അപ്പോൾ ഇത് കിട്ടി. ഫ്രണ്ടിൽ അവിടെ ആണ്. ഞാൻ കസ്റ്റമറെ കണ്ടിട്ട് ആ കസ്റ്റമറെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാം.
വെസ്റ്റേൺ ടെമ്പിൾ ഇവിടുന്ന് 100 മീറ്ററും കൂടി ഉണ്ട്. ബ്ലോക്കാണ്. ആകാശമുള്ള വിശേഷങ്ങളായിട്ട് അടുത്തേക്ക് കാണാം. ഓക്കെ, അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് അത് 2 മേടായിരുന്നു, കൊണ്ടുവിട്ടു. അവിടുന്ന് വേറെ ഒന്നും കൂടി അടിച്ച്. അത് കുറച്ച് ലോങ്ങാണ്, കോരമംഗലം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കോരമംഗലാണ്. അപ്പോൾ 11 മണിയായി. അപ്പം ഇനി ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനി ഒന്ന് നല്ല സൈഡാക്കി ഉറങ്ങണം. റൂമിൽ ഇന്ന് പോകണില്ല, നാളെ പോകണുള്ളൂ. ഇന്ന് റൂമിൽ പോകണില്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ ലോങ് അല്ലേ. അപ്പോൾ നാളെ ഒരു എയർപോർട്ട് കിട്ടും. അപ്പോൾ രാവിലെ റൂമിൽ പോയി ഫ്രഷ് ആവണം. ഇന്നിപ്പോൾ എന്തായാലും വയലിൽ കിടന്ന് ഉറങ്ങിയിട്ട് അങ്ങനെ ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഇന്ന് മൊത്തം 14 ട്രിപ്പ് ഓടിട്ടോ. 14 ട്രിപ്പിൽ 4100 ഇന്നത്തെ ഏർണിങ്സ്. ഓക്കെ, അപ്പോൾ ബൈ.